എമ്പുരാനിൽ 24 വെട്ട്. റീ എഡിറ്റഡ് സെൻസർ രേഖ പുറത്തു വന്നു. സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമ സീനുകളും നീക്കി. പ്രധാന വില്ലന്റെ പേര് ബൽദേവ് എന്നാക്കി. നന്ദിക്കാടിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും മാറ്റി. വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. വിനീത വേണു, ഏറ്റവും ഒടുക്കം ആക്രമണങ്ങൾക്കെല്ലാം ശേഷം, പലതരം പ്രതികരണങ്ങൾക്കുമെല്ലാം ശേഷം 24 വെട്ടുകളോടെ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നു അല്ലേ? റോഷ്നി, അതുതന്നെയാണ്. റീസെൻസേർഡ് ചെയ്ത അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ ഏറ്റവും വിമർശനം, രാഷ്ട്രീയ കോളിളക്കം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ വിമർശനം ഉയർന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങളാണ്. ഒന്ന്. രണ്ട്, ആ വില്ലൻ്റെ പേരുമായി, അതായത് ഗുജറാത്ത് കലാപത്തിൽ ആരോപണ വിധേയനായ പ്രതി ചേർക്കപ്പെട്ട ഒരാളുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇക്കാര്യങ്ങളിൽ രണ്ടിലും ഒരു വെട്ട് വീണിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾക്കെതിരായ അതിക്രമ ദൃശ്യങ്ങളെല്ലാം തന്നെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇതിൻ്റെ സിനിമയുടെ തുടക്ക ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വെട്ടിമാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം നീക്കുന്നു, മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ വില്ലൻ്റെ പേര് മാറ്റുന്നു എന്നുള്ളതാണ്. ബജ്രംഗി എന്ന പേര് മാറ്റിക്കൊണ്ട് ബൽരാജ് എന്നാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പിന്നീട് അത് ബൽദേവ് എന്നാക്കിയിരിക്കുകയാണ്. ഈ വില്ലൻ കഥാപാത്രത്തെ കാണാനില്ല എന്ന പത്രവാർത്തകൾ നൽകിയതിൽ പോലും അതിൽ ആ പേര് ബൽദേവ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. അതിൽ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയം നമുക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെയാണ് ആ ഒരു വില്ലൻ്റെ പേര് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക്. നമുക്കറിയാവുന്ന പോലെ ആ സിനിമയുടെ നിരവധി രംഗങ്ങളിൽ മറ്റു കഥാപാത്രങ്ങൾ ഉൾപ്പെടെ ഈ വില്ലൻ്റെ പേര് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ ചിലത് മ്യൂട്ട് ചെയ്യുകയും മറ്റു ചില ഭാഗങ്ങളിൽ ഇത് നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അത്യാവശ്യമായി ഉപയോഗിക്കേണ്ടുന്ന സ്ഥലത്ത് ബൽദേവ് എന്ന് റീടൈപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ടൈറ്റിൽ കാർഡ് ഈ ചിത്രത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം മലയാള സിനിമയിലെ തന്നെ മുതിർന്ന നായകൻ എന്ന നിലയ്ക്ക് കൂടി മിക്ക സിനിമകളിലും സുരേഷ് ഗോപിയുടെ പേര് നമ്മൾ കാണാറുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഇക്കാര്യം അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പേര് നീക്കം ചെയ്തിരിക്കുന്നത് ഈ നന്ദി കാർഡിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ RSSും BJPയും വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെ സുരേഷ് ഗോപിയും ഈ സിനിമയ്ക്ക് മേൽ നടക്കുന്ന ഈ വിവാദങ്ങളൊക്കെ തന്നെയും കച്ചവട തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി തന്റെ പേര് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം ടൈറ്റിൽ കാർഡിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, നേരത്തെ വലിയ വിമർശനം ഉയർന്ന ചില മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിൽ മതകേന്ദ്രത്തിന് മുന്നിലൂടെ ട്രാക്ടറുകളിലും വാഹനങ്ങളിലുമായി ഗുണ്ടകൾ പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാഗവും മുറിച്ചു നീക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ആ സീൻ പൂർണ്ണമായല്ല, ഈ മതചിഹ്നങ്ങളുള്ള ആ ഒരു ഭാഗം നീക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഏതാനും സെക്കൻഡുകളാണ് റോഷ്നി. നമുക്കറിയാവുന്ന പോലെ മൊത്തത്തിൽ ഈ സിനിമയുടെ 2 മിനിറ്റ് 8 സെക്കൻഡ് ഭാഗമാണ് നീക്കിയിരിക്കുന്നത്. നമ്മൾ ഈ 24 വെട്ടെന്ന് പറയുമ്പോൾ ആ സിനിമയുടെ പൂർണ്ണമായ അർത്ഥത്തെ കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം വരാം. പക്ഷേ ഇത് ചെറിയ ചെറിയ കട്ടുകളാണ്, ഏതാനും ചില സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കട്ടുകളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കട്ട് വന്നിരിക്കുന്നത് ഈ വില്ലൻ്റെ പേരുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലായി ഉപയോഗിക്കുന്ന ഏതാനും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ ബൽരാജ്, പീതാംബരൻ എന്നീ കഥാപാത്രങ്ങളിലെ ചില സീനുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ കാറിന്റെ നെയിം ബോർഡ് മാറ്റിയിട്ടുണ്ട്. അതായത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പേര് ഉപയോഗിച്ചിട്ടുള്ള ബോർഡുണ്ട്, അത് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആ സിനിമയിൽ ദേശീയ അന്വേഷണ ഏജൻസി എന്ന പേര്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA എന്ന ബോർഡ് വെച്ചത് നീക്കിയിട്ടുണ്ട്. ഒപ്പം NIA എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭാഷണ ഭാഗങ്ങൾ നീക്കി എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സെയ്ദ് മസൂദും ഈ സെയ്ദിന്റെ പിതാവ് മസൂദും തമ്മിലുള്ള സംഭാഷണമാണ്. അതായത് പൃഥ്വിരാജിന്റെ കഥാപാത്രവും അച്ഛൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ഭാഗം, അതും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തുള്ള സംഭാഷണ ശകലവും നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വില്ലൻ കഥാപാത്രവും മറ്റൊരു സഹവില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. അതിലെ ചില ഭാഗങ്ങൾ കൂടി നീക്കിയിരിക്കുന്നു. മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം, അതിൽ ഒരു സ്ത്രീയുടെ കഥാപാത്രത്തിന്റെ തല തുടർച്ചയായി ഭിത്തിയിലടിക്കുന്ന
ഒരു ഡിസ്കസിംഗ് ആയ വിഷ്വലൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങളും നീക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള ഒരു സംഭാഷണമുണ്ട്, അതും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെ വ്യക്തമാക്കിയിരുന്ന കാർഡ് മാറ്റിക്കൊണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്, അതായത് കൃത്യമായി കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന, ഓരോ വർഷത്തെയും അടയാളപ്പെടുത്തുന്ന ചില കാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ആ കാലഘട്ടം മാറ്റിക്കൊണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി വെട്ടുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 24 വെട്ടുകൾ, അത് 2 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യമുള്ള സമയക്രമം മാറ്റിക്കൊണ്ട് തന്നെയാണ് പുതിയ പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ സെൻസർ ചെയ്ത ടീം തന്നെയാണ്, അതായത് സ്വരൂപ കർത്ത, കെ റോഷ്നിദാസ്, GM മഹേഷ്, MM മഞ്ജുഷൻ, T നദീം തുഫൈൽ എന്നിവരടങ്ങിയ കമ്മിറ്റി തന്നെയാണ് ചിത്രം കണ്ടുകൊണ്ട് വീണ്ടും റീസെൻസർ ചെയ്ത സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ സിനിമ തിയേറ്ററുകളിൽ എത്തുമോ പുതുക്കിയ പതിപ്പ് എന്നതിൽ സംശയമുണ്ട്. കാരണം ക്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഡൗൺലോഡ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് സാങ്കേതിക തടസ്സം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ചിത്രം ഇന്ന് രാത്രി എത്തിയില്ലെങ്കിൽ ചിത്രം നാളെ ആയിരിക്കും പുതുക്കിയ പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുക. ഏതായാലും റോഷ്നി, ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വിമർശനങ്ങൾ ഉയർന്ന ഭാഗങ്ങളൊക്കെ തന്നെ നീക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറായിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ റീസെൻസറിംഗ് സർട്ടിഫിക്കറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിനീത വേണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. 2 മിനിറ്റ് 8 സെക്കൻഡ് മാറ്റാൻ വേണ്ടി 24 കട്ടുകൾ ആ സിനിമയുടെ ആദ്യ പതിപ്പിനുമേൽ വെച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു പതിപ്പായിരിക്കും ഇനി തിയേറ്ററുകളിൽ എത്തുന്ന പ്രേക്ഷകരുടെ മുന്നിലെത്തുക. അത് ഏത് ഷോയിൽ ഏത് സമയത്ത് ഈ പറയുന്ന പുതിയ പതിപ്പ് എത്തുമെന്നുള്ള വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം.